അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പം ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മളെ ഒരു വൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് നാടൻ വൈറ്റാണ് കേട്ടോ. നാടൻ വൈറ്റ് ആണെങ്കിലും ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇങ്ങനെ വലിയ കൊലകളായിട്ടാണ് ഇത് പൂക്കുക. ചെടി വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്തൊരു ചെടിയാണ്. അത് കുറേ വർഷമായ ഒരു ചെടി ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാം പോയിക്ക്. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ നാടനാണ് എങ്കിലും ഇതിൻ്റെ കമ്പുകൾ കണ്ടോ, വണ്ണം കുറഞ്ഞ കമ്പുകളായിരിക്കും കേട്ടോ. എന്നാലും പൂക്കൾ ഒരു രക്ഷയില്ലാത്ത പൂക്കൾ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, ഒരു ചെറിയൊരു കമ്പിൽ ഇത്രയും പൂക്കൾ, ഇത്രയും നല്ല കേട്ടോ ഉണ്ടാവുക. ഇതിപ്പോൾ ഇത് ചെടിക്ക് നല്ല ക്ഷീണം പറ്റിയോണ്ടാണ് പൂക്കൾ കുറഞ്ഞു പോയത്. കാണാനും നമ്മളെ ഹൈബ്രിഡ് ബോഗൺവില്ലിനെ കാണൊക്കെ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കളറുമാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. പൂക്കളെ എതളുകളൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെടി തീരെ ഇല്ല ചട്ടിയിൽ. നല്ലൊരു മെരടായിന്. ആ ഉണങ്ങി പോയി, പിന്നെ എന്താ പറയുക, പോയെടുത്തുനിന്ന് പിന്നെ തെഴുത്ത് വന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബർ 3000 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ചെടികളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ നല്ല നല്ല ചെടികളെ വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ ഞാനാണെങ്കിലും കണ്ടങ്ങ് പോകാന്നല്ലാണ്ട് അങ്ങനെ ചെയ്യൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ചെയ്ത് പിന്നെ അതുകൊണ്ട് നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നല്ലാണ്ട് കാണുമ്പോൾ തന്നെ പറയും, ഞങ്ങൾ ദിവസവും കാണലുണ്ട് എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ചെടികൾ കുറച്ച് എന്താ പറയുക, നമ്മളൊരു ചീര വിത്ത് വാങ്ങിനു. അതായത് സുന്ദരി ചീര എന്ന് പറഞ്ഞ ചീര, അതുകൊണ്ട് തന്നെ പട്ടുചീര. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ നാടൻ വൈറ്റ്. അതിൻ്റെ ഒരു മൊഞ്ച് നോക്കിയാൽ ഞങ്ങൾ നാടൻ വൈറ്റിനും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. നാടനാണെങ്കിലും കണ്ടില്ലേ, നല്ല പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ. നാടൻ എന്ന് പേര് നാടനാണെങ്കിലും നല്ല ഭംഗിയുള്ള പൂക്കളാണ്. വൈറ്റ് അല്ലെങ്കിലും എന്താണെങ്കിലും എന്ത് സാധനവും വൈറ്റ് നല്ലൊരു ഭംഗിയാണല്ലോ അല്ലേ കാണാൻ. കണ്ടോ, അതുകൊണ്ടതാ കണ്ടോ ചെടി ചട്ടിയിൽ കണ്ടോതാ, ഇത് ഉണങ്ങിപ്പോയൊരു കൊമ്പ. ആ കൊമ്പും വന്ന് പിന്നെ തെഴുത്ത് വന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് പൂക്കളൊന്നും വലിയ ഒരു ഉഷാറില്ലാത്തത്. പിന്നെ അതുകൊണ്ട് ഹാങ് ചെയ്തിടാനും പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടി. കണ്ടില്ലേ, നേരിയ കമ്പുകളായിട്ടുണ്ടാവുക, അങ്ങനെ വള്ളി പോലെ പടർന്നുണ്ടാകുന്നൊരു ബോഗൺവില്ലയാണ് നമ്മളെ നാടൻ ബോഗൺവില്ല. അതുകൊണ്ട് തന്നെ പൂന വൈറ്റ് അത് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. പൂന വൈറ്റ് നല്ലോണം പൂക്കൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് പുല്ല് ഇവിടെ പറക്കിയും ചെത്തിയെല്ലാം ചെയ്തിരുന്നു കേട്ടോ. ആ പുല്ല് നമ്മൾ കവറിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ടതാണ്. കുറച്ച് ചീരകത്തെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ കവറ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കവറാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും അടിയിലേക്ക് നമ്മൾ ഈ പുല്ലിങ്ങനെ ഇട്ടുകൊടുക്കാം. ഒരുപാട് മണ്ണ് വേണം. പുല്ല് നമ്മൾ ഈ കവറിൻ്റെ അടിയിൽ അങ്ങ് വെച്ചെടുത്താൽ നല്ലൊരു വളമായി മാറുകയും ചെയ്യും. മണ്ണ് കുറച്ച് മതിയാണ്, അതാണ്. പിന്നെ കുറച്ച് മതി. മണ്ണ് കുറച്ച് മതി. നല്ലോണം അമർത്തി കൊടുക്കട്ടെ ചെയ്യുന്നത്. ഇതുപോലെ നല്ലോണം അമർത്തി കൊടുക്കുക. പുല്ല് തീരെ മേലെ ഉണ്ടാവരുത്. മേലുണ്ട് എന്താ പ്രശ്നം.
പുല്ല് മുളച്ച് വരും. അപ്പം നല്ലോണം അടിയിൽ അമർത്തിക്കാളെ. ഇനി നമ്മൾ മിക്സാക്കിയ മണ്ണ് ഇട്ട് കൊടുക്കുക. മുക്കാൽ ഭാഗം ഓരോ മണ്ണ് ഞാൻ എടുത്ത് കിട്ടോ. ഇനി നമ്മൾ വിത്തെടുത്ത് കൊണ്ടുവന്ന് പാകം ഇട്ടോ. വിത്തെടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ ചീരവിത്ത് പാകി ഒരു തവണ എത്താൻ ഉറപ്പിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചീരവിത്ത്. ഇത് നമ്മൾ ഓരോന്നിൽ പാകി മുളപ്പിക്കാം. പിന്നെ നമുക്ക് മാറ്റി നട്ടുകൊടുക്കാം. അങ്ങനെ ഞാൻ തോന്നുന്നില്ല ചെയ്യൽ എത്ര അറിയും. 4 കവറ് നമ്മൾ നിറച്ചെടുത്ത് പിന്നെ ഇതിൽ നമുക്ക് വിത്ത് ഇതാക്കി കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മളെ പട്ടുചീര തന്നെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ 4 എണ്ണത്തിലും ഇത് തന്നെയാണ് ഇടുന്നത്. പിന്നെ മാറ്റി നടണ്ടല്ലോ അത് വിചാരിച്ചിട്ട് കുറച്ച് വിത്തേ വാങ്ങിയിട്ടുള്ളൂ. നനച്ചെടുത്താലല്ലേ നമ്മൾ എടുത്തതാണ് കേട്ടോ. അവിടെയൊക്കെ പുല്ലൊക്കെ ചെത്തി അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. നന്നായിട്ട് കാട വേണം. ഇനിയിപ്പോൾ അങ്ങനെ കാട് പിടിക്കില്ലാന്നിരിക്കാം മഴ പോയതിനെ കൊണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ റോസ് കുറച്ച് താഴെയുള്ള റോസാണ്. ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ കുറച്ച് വളം ഇട്ട് കൊടുക്കും കേട്ടോ. ഇതൊന്ന് മരട് മാന്തിയിട്ട് അത് 2-3 റോസ് ഉണ്ട്. റോസിനൊന്നും ഇങ്ങനെ വളം ഇട്ട് കൊടുക്കുകയില്ല. അപ്പോൾ ഇതിന് നമ്മൾക്കിത് വളം ഇട്ട് കൊടുക്കും. പുല്ല് കറക്കില്ല, അതിൻ്റെ പുല്ലൂടി കറക്കാം. ഉണ്ട് അതിൻ്റെ മരട് ഇത് അതായത് മുന്തിരി വള്ളിൻ്റെ നമ്മൾ 19 കേട്ടോ ചെയ്യുന്നത്. 19 വെള്ളം വലിയ മരടായതുകൊണ്ട് 1 സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിരത്തല്ല കേട്ടോ ഇടുന്നത്, ചുറ്റിലിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് നനച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട വെള്ളം നന്നായിട്ടൊന്ന് ലയിച്ചോട്ടെ കേട്ടോ. അപ്പം നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ റോസ് നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ റോസിനൊന്നും അങ്ങനെ വളങ്ങൾ ചെയ്യലില്ല കേട്ടോ. അതൊക്കെയെന്ന് വെച്ചാൽ നമ്മളവിടെ തന്നെ നട്ടിടുന്ന റോസാണല്ലോ. ഉഷാറായിട്ട് വരുമെന്ന് നമ്മൾ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടിത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കമ്പുകളാണ് നമുക്ക് തൈയാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കേട്ടോ നമ്മുടെ അടീനിയത്തുമ്മല വിത്ത് ഉണങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ പറിച്ചെടുക്കാൻ കേട്ടോ.
ശരിക്കും ഉണങ്ങിയിട്ടില്ല, മൂത്തുണങ്ങിയതല്ല തോന്നുന്നു. മൂത്തുണങ്ങിയ അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ അതാണ് അടീനിയത്തിൻ്റെ നമ്മളെങ്ങനെ പാകി മുളപ്പിക്കൽ എന്നുള്ള നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മളെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.